സ്റ്റേജിലെ സെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇവിടെ തകർത്ത് ക്രിസ്മസ് ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരാഴ്ച കാലം നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ വെറുതെ സെലിബ്രേഷൻ ഒന്നുമല്ല, പ്രേക്ഷകരെ കാത്ത് ഒരുപാട് നല്ല നല്ല പെർഫോമൻസുകളും ഒത്തിരി ക്രിസ്മസ് സർപ്രൈസുകളും ഇരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ അറിയാൻ പറ്റും. എന്തായാലും നമ്മുടെ കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ സൂപ്പർ ആയിട്ടുള്ള എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? So let's welcome MJ uncle, Madhu uncle and Arya ചേച്ചി. വെൽക്കം. മൂന്ന് പേരും നോക്കൂ, എങ്ങനെയുണ്ട് നമ്മുടെ ക്രിസ്മസ് ആംബിയൻസ്? അടിപൊളി. ഇഷ്ടപ്പെട്ടു? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയോ? എന്താ? ആ പൂപ്പനെ കണ്ടോ? അത് ആര്യ ചേച്ചിക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേറ്റ് ചെയ്തതാണ് അപ്പൂപ്പനെ. നല്ല വൈബ് അപ്പൂപ്പ നോക്ക്. കാലാകാലങ്ങളായിട്ട് അങ്ങനെയാണ്. ഇത്ര നാളായിട്ടും ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ആ വയറിനൊരു കുറവില്ല. എന്തായാലും ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മൾ ഫുൾ അടിച്ചു പൊളിക്കാൻ പോവാണ്. ടോപ്പ് സിംഗറിലെ പ്രത്യേകത എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം ക്രിസ്മസ് വന്നോട്ടെ, എന്ത് ആഘോഷം വന്നാലും നമ്മളത് പെട്ടെന്നൊന്നും തീർക്കില്ല. കാരണം അത് തീർന്നു പോകാൻ നമുക്ക് അധികം ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ടോപ്പ് സിംഗറിൽ ഒരാഴ്ച നീണ്ട ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഈ ക്രിസ്മസ് സെറ്റൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കും, ഇങ്ങനെ മഞ്ഞൊക്കെ പൊഴിഞ്ഞോണ്ടിരിക്കും. പിന്നെ മൊത്തം സെറ്റൊക്കെ ഇങ്ങനെ തന്നെ സ്റ്റാർ ഒക്കെ തൂക്കി നല്ല രസമായിട്ട് നമ്മൾ ക്രിസ്മസ് ആഘോഷങ്ങളും ന്യൂ ഇയർ വരെ, അതെ ന്യൂ ഇയർ വരെ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകാൻ പോവാണ്. ഓക്കെ, റെഡി അല്ലേ മൂന്ന് പേരും? റെഡി. നമുക്ക് പാട്ട് കേട്ടാലോ? അതെ, പാട്ട് കേട്ടാലോ? കേക്കാം. മാജിക്കൽ മെലഡി റൗണ്ട് ആണ്. അതന്നെ എനിക്ക് തോന്നി ഇപ്പൊ കാണിക്കുന്നത്. ഈ വരാൻ പോകുന്ന ആളും പാട്ടും ഒക്കെ എനിക്ക് കുറച്ച് സ്പെഷ്യൽ സന്തോഷമുള്ളതാണ്. അതെന്താണെന്ന് വന്നു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സംഭവമാണ് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം എസ്തർ കുട്ടി ഓൺ സ്റ്റേജ്. ഇതിന്റെ മാല ബൾബ് കുടുപ്പിലിട്ടിട്ട് ഇത് ക്രിസ്മസ് ട്രീ തന്നെയാണോ മേത്ത് കിടക്കുന്നത്? നല്ല ക്രിസ്മസ് കേക്ക് പോലെയുണ്ട്. അതെ, നിറച്ച ലൈറ്റ്സും. അത് ശരി. ക്രിസ്മസ് എന്തായി? ക്രിസ്മസിന് സാറിന് എന്തൊക്കെ ചെയ്യും? കഴിഞ്ഞ ക്രിസ്മസിന് എന്തൊക്കെ ചെയ്തു? ഈ ക്രിസ്മസിന് എന്തൊക്കെയാ ചെയ്യാൻ പോണത് അത് പറഞ്ഞാ മതി. അറിയില്ല. സ്റ്റാറൊക്കെ തൂക്കും വീട്ടില്? കേക്ക് വാങ്ങിക്കില്ലേ? വൈൻ ഉണ്ടാക്കില്ലേ? കേക്ക് കഴിക്കില്ലേ? ഉണ്ടാക്കുവോ? പുൽക്കൂടും വെക്കും. അപ്പൊ ഈ ക്രിസ്മസിന് ഏത് പാട്ടാണെന്ന് അത് ഞാൻ പറയൂല. പറയൂലേ? അത് പറയാൻ സർപ്രൈസ് ആണ് നിങ്ങൾക്ക്. അത് മീൻ ചേച്ചിയാണ് പറയേണ്ടത്. നിങ്ങൾ ആരും മിണ്ടണില്ല. അപ്പൊ പാട്ടില് 2 ഡയലോഗ് ഞാൻ 2 പേര് പറയുന്ന ഡയലോഗ് ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് മീൻ ചേച്ചി ആ പാട്ട് ഏതാന്ന് പറയണം. ശരി. ഇനി 4 ദിവസം കൂടെയുള്ള ആനുവൽ ഡേക്ക്. അതും പോയി. ആര് പറഞ്ഞു പോയിന്ന്? എന്റെ മിന്നാമിനിങ്ങനെ ഒരു പാട്ട് പഠിപ്പിച്ചിട്ടേ രാമച്ചൻ പോവുള്ളൂ. പിന്നെ എനിക്കറിയാം ഏത് പാട്ടാ പാടുന്നതെന്ന്. അത്ര കേട്ടപ്പോ എനിക്ക് മനസ്സിലായി. മിനുങ്ങും മിന്നാമിനിങ്ങല്ലേ പാടുന്നേ. മീനൂട്ടന്റെ പാട്ട് കൂടെയാണത്. അന്ന് മീനൂട്ടി ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഡീറ്റെയിൽസ്. സിനിമ ഏതാണ്? സിനിമ ഒപ്പം പാടിയത് ആരാ? MJ അങ്കിളും പിന്നെ ശ്രേയ ചേച്ചി. ലിറിക്സ് ബി കെ നാരായണൻ സാർ. പിന്നെ മ്യൂസിക് ജിമങ്കിള്, എൽദോസങ്കിള്, പിന്നെ ബിബിൻ അങ്കിള്, ജസ്റ്റിൻ അങ്കിള്. അതെ. വർഷം 2016. ഓക്കെ. നന്നായിട്ട് പാടുന്നേ കുഞ്ഞേ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് എസ്തർ കുട്ടി. ഓക്കെ, ഞാൻ നോക്കിയിരിക്കുവേ.
തൊട്ടുതലോടി കഥകൾ പാടിയുറക്കാൻ വരുമോ ചതേ നിന്നച്ഛൻ. പുതുകനവാൾ മഷിയെഴുതി മിഴികളിലാദ്യം ചിറകുകളിൽ കിലുകിലുങ്ങും തരിവളയേകി കുഞ്ഞിച്ചുണ്ടിൽ പൊന്നും തേനും തന്നോ മാമൂട്ടി. പിച്ച പിച്ച വെക്കാൻ കൂടെ വന്നോ കൈനീട്ടി. മിനുങ്ങും മിന്നമിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചതേ നിന്നച്ഛൻ. വരുമോ ചതേ നിന്നച്ഛൻ. കാതൊന്നു കുത്തിയിട്ട് മാണിക്യക്കല്ലിന്റെ കമ്മലിടും നേരം തിങ്ങലു മാറ്റുവാൻ തോളത്തെടുത്തിട്ട് പാട്ടും പാടിയില്ലേ. താരകം തന്നൊരു മോതിരം കൊണ്ടു കുഞ്ഞിളം നാവിന്മേ തൂകിയൊരക്ഷരം ചൊല്ലിത്തരില്ലേ മിന്നാ മിന്നി നീ. പകരിരവാകെ ഒരു നിഴലായി കാലൊന്നു തിന്നിടുമ്പോൾ നിന്നച്ഛൻ കാവലിനെത്തുകില്ലേ. കോരിയെടുക്കും തോറും നിറയുന്ന സ്നേഹത്തിൻ ചോലയല്ലേ. മിനുങ്ങും മിന്നമിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചതേ നിന്നച്ഛൻ. പുത്തനുടുപ്പിട്ട് പൊട്ടു തൊടിച്ചിട്ട് നിന്നെയൊരുക്കിയില്ലേ. പള്ളിക്കൂടത്തിന്റെ ഇല്ലിപ്പടി വരെ കൂടെ വന്നില്ലേ. നീ ചിരിക്കും നേരം അച്ഛന്റെ കണ്ണിൽ ചിങ്ങനിലാവല്ലേ. നീയൊന്നു വാടിയാൽ ആരാരും കാണാതെ നെഞ്ചം നിങ്ങില്ലേ. മണിമുകിലോളം മകൾ വളർന്നാലും അച്ഛന്റെ ഉള്ളിലെന്നും അവൾ ഒരു താമരത്തുമ്പിയല്ലേ. ചെല്ലക്കുറുമ്പുകട്ടി ചിണുങ്ങുന്ന ചുണ്ടരി വാവയല്ലേ. മിനുങ്ങും മിന്നമിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചതേ നിന്നച്ഛൻ. പുതുകനവാൾ മഷിയെഴുതി മിഴികളിലാദ്യം ചിറകുകളിൽ കിലുകിലുങ്ങും തരിവളയേകി കുഞ്ഞിച്ചുണ്ടിൽ പൊന്നും തേനും തന്നോ മാമൂട്ടി. പിച്ച പിച്ച വെക്കാൻ കൂടെ വന്നോ കൈനീട്ടി. ആഹാ, very nice, very nice. എന്റെ മിന്നാമിന്നിക്കുട്ടിയുടെ ദേനാ ദേന. അതൊരു ബാങ്കിന്റെ പേരാണല്ലോ ഇപ്പോ. ദേനാ. ദേന. എന്റെ ചിങ്കിരിക്കുട്ടിയുടെ ദേനാ ദേന. എന്റെ ചക്കുടുക്കുട്ടിയുടെ ദേനാ. ആ എന്തൊക്കെ പേരുകളാ അല്ലേ. ആ എന്ത് രസമായിട്ടാ പാടണേ. താങ്ക് യു. ചിലപ്പോ എനിക്ക് തോന്നുന്ന കുഞ്ഞിന് ഈ പാട്ട് കുറച്ചൊരു ഭാരം കൂടുതലാണ് അതെ 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 അല്ലേ. വധുമോ താരേ നിന്നച്ഛൻ. ഭയങ്കര രസമാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് അല്ലേ. അത് കിട്ടുന്നില്ല വരുമോ. അതാണ് ഇത്രയല്ലേ അയാള് കുഞ്ഞല്ലേ, ഒരു കുട്ടി ശലഭല്ലേ.
മിന്നാമിനിയല്ലേ? നിറച്ച് മിന്നമിന്നിങ്ങ മേത്ത്, നിറച്ച് മിന്നമിന്നിങ്ങ. പാപ്പാത്തി ഈ താളമില്ലേ ഇങ്ങനെ പോകുന്നില്ലേ, അത് ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് സ്പീഡ് ആവുന്നുണ്ടല്ലോ, ഓടിപ്പോണു. ഓടിപ്പോന്നു. അത് സാരമില്ല കേട്ടോ, അന്ന് നോക്കണേ മക്കളെ. വരുമോ ചാരേ നിന്നച്ഛൻ മിനുങ്ങും മിന്നമിനുങ്ങേ ഇല്ലേ? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. എങ്ങനെ പോയിക്കൊണ്ടിരിക്കണം? മിനുങ്ങും മിന്ന മിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്നച്ഛൻ. ക്രിസ്മസ് അപ്പൂപ്പൻ അതുപോലെ ഡാൻസ് ചെയ്യണത് കറക്റ്റ് ആയിട്ട്. മിനുങ്ങും മിന്നുങ്ങേ. മീനുട്ടി, എന്തോ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാ ഈ പാട്ട്? ഇതിന്റെ എക്സ്പീരിയൻസ് ഇപ്പൊ ഓർക്കുമ്പോഴാ ഭയങ്കര നന്നായിട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം ആ സമയത്ത് എങ്ങനെയെങ്കിലും ചെല്ലുന്നു, ഞാൻ ലാലങ്കളിനെ കാണുന്നതാണല്ലോ ഏറ്റവും വലിയൊരു ഇത്. അപ്പം അന്ന് ചെല്ലുമ്പോഴും നമുക്ക് എപ്പോഴും ടി വി കാണുന്ന ഒരാള് അങ്ങനെയുള്ളു. അപ്പൊ ഞാനിങ്ങനെ നമുക്ക് ആദ്യം ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് പേടിയായിരിക്കും. അപ്പൊ ഞാനിങ്ങനെ പേടിച്ച് മിണ്ടാതെ നിന്ന് ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട്. ഞാൻ മിണ്ടാണ്ട് നിന്നപ്പോ എന്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, എന്നെ അറിയോ, ഞാൻ മോഹൻലാൽ പിന്നെ എനിക്കറിയാം, ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതാ 2 ദിവസം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. പക്ഷെ 2 ദിവസവും ഇല്ല, അന്നാ വന്ന ദിവസം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നെ അങ്ങോട്ട് എനിക്ക് എന്റെ വീട്ടിലുള്ള ആരുമാണ്, എന്റെ സ്വന്തം എന്റെ എന്നുള്ള ഫീലാ. കാരണം ഇത്രയും ദിവസം ഒന്നിച്ചാണല്ലോ ആ ക്യാരക്ടർ, രണ്ടും എപ്പോഴും ഒന്നിച്ചുണ്ടാവുന്ന ആളാണ്. അപ്പം എപ്പോഴും എന്നെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണല്ലോ ഈ രാമച്ചൻ. അപ്പം അതേ ബോണ്ടിങ് അങ്കിളിന് എൻ്റെ അടുത്തും ആ സമയത്തും ഇപ്പോഴും ഭയങ്കരമായിട്ട് കാണിക്കുന്ന ആളാണ് ലാലങ്കൾ. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമായി ഇപ്പൊ ഇരുന്ന് ഓർക്കുമ്പോൾ. പിന്നെ അതിന്റെ ലൊക്കേഷനും ഒക്കെ ഊട്ടി അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇരുന്ന് ആലോചിക്കുമ്പോഴാണ് എന്തൊക്കെ പറഞ്ഞാലും ലാലങ്കളും പ്രിയനങ്ങളും കൂടെ ഉള്ള ഒരു കോംബോ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര, അതിപ്പോ ഇരുന്ന് ഓർക്കുമ്പോ ഭയങ്കര കാര്യമാണ്. പിന്നെ ഈ പാട്ട് കേൾക്കുമ്പം ഇപ്പൊ വീണ്ടും ഞാൻ തന്നെ ഇതിന്റെ കന്നഡയും ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ അത് ശിവരാജ് കുമാർ അങ്കിളുടെ കൂടെയായിരുന്നു. അപ്പൊ അതിനും ഞാനും ശ്രേയായിരുന്നു, അവളാ എനിക്ക് വേണ്ടി അവിടെ SPB സാറിന്റെ കൂടെ അവളാ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങക്ക് 2 പേർക്കും ഇത് ഒരേ എക്സ്പീരിയൻസാ. കാരണം ഞങ്ങൾ ഫീൽഡിലേക്ക് വരുന്നത് ഒന്നിച്ചാണ്, പിന്നീടുള്ള എല്ലാ ജേർണിയും ഒന്നിച്ച് തന്നെയായിരുന്നു. അങ്കിളിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഏതെന്ന് അറിയാമോ? നീയൊന്നു വാടിയാൽ ആരാരും കാണാതെ നെഞ്ചം വിങ്ങില്ലേന്ന് ചോദിച്ചപ്പോ ഇവിടെ ഇങ്ങോട്ട് എവിടെയോ വിങ്ങിയ പോലെ. അത് കഴിഞ്ഞിട്ട് മണിമുകുലോളം മകൾ വളർന്നാലും അച്ഛന്റെ ഉള്ളിൽ നിന്നും അവിടെ ഒരു താമര തുമ്പിയല്ലേ. അത് ശരിക്കും നല്ല ഫീലില് പാടി. അയ്യോ അത് പ്ലീസ്, ഒരു കൊതി കൊണ്ടാണേ. നീ ചിരിക്കും നേരം അച്ഛന്റെ കണ്ണിൽ ചിങ്ങനിലവല്ലേ നീയൊന്നു വാടിയാൽ ആരാരും കാണാതെ നെഞ്ചം മണിമുകിലോളം മകൾ വളർന്നാലും അച്ഛന്റെ ഉള്ളിലെന്നും അവൾ ഒരു താമരത്തുമ്പിയല്ലേ ചെല്ലക്കുറുമ്പു കട്ടി ചിണുങ്ങുന്ന ചുന്ദരി വാവയല്ലേ. അത് ഗംഭീരം. കണ്ടില്ലേ, നമ്മുടെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പാടുന്ന കണ്ടില്ലേ, നമ്മുടെ ഗ്ലൂം കുട്ടി. ഇന്ന് ഒരു ഗ്ലൂം മാത്രമേ വന്നുള്ളൂ, ഗ്ലൂം. അപ്പൊ അങ്കിള് വിചാരിച്ചോണ്ടിരുന്ന നമ്മൾ 2 അങ്ങോട്ടൊക്കെ നോക്കി അവിടെ കൊണ്ട് കലടച്ചു. അങ്ങനെ നമ്മുടെ ഗ്ലൂം കുട്ടി കലക്കി കേട്ടോ. മിടുക്കി കുട്ടിയാണ്. പല്ലൊന്നും ഇല്ലാത്തത് കൊണ്ട് റാ ഒക്കെ ദാന്നൊക്കെ കേക്കുന്നേ അല്ലേ, നേതുകിൽ പാടുന്നേ. നല്ല രസമുണ്ട് എസ്തർ കുട്ടി, നല്ല രസത്തിൽ പാടുന്നുണ്ട്. മോളാൽ കഴിയുന്ന വിധം നല്ല ഫീലൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് പാടുന്നുണ്ട്. എനിക്കൊന്നു ഭയങ്കര കുഞ്ഞാ എസ്തർ ഇത് പാടാൻ വേണ്ടിട്ട് എന്നും തോന്നി. കാരണം കുറെ ഫീലിങ്സ് ഒന്നും ഈ ഒരു പ്രായത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായമല്ല ഇത്. അപ്പൊ അതൊക്കെ ആയി വരുന്നേ ഉള്ളൂ. മിനി ചേച്ചി തന്നെ 10 വയസ്സായപ്പോ അഭിനയിച്ചതാ അല്ലേ മിനി ചേച്ചി? അതെ. അതുപോലെ ശ്രേയ ചേച്ചിയും ഈ പറഞ്ഞ പോലെ 10 വയസ്സില് പാട്ട് പാടിയതാ. എസ്തർ കുട്ടിക്ക് ഇപ്പൊ 2ാം ക്ലാസ്സില് അല്ലേ, 7 വയസ്സപ്പം. ഷോ എന്നിട്ടാണ് ഇത്ര അടിപൊളിയായി പാടിയത്. മിടുക്കി. ഓക്കെ, മിടുക്കി കുട്ടിയാണ്. ഇനിയും ഇതുപോലെ പാടുക, നന്നായി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എസ്തർ കുട്ടി, മധുവങ്കളിന് വളരെ ഇഷ്ടപ്പെട്ടു പാടിയത്. ഇപ്പോഴും ആ കുട്ടിത്തം മാറിയിട്ടില്ല എസ്തർ കുട്ടിക്ക്. പക്ഷേ ചില ഭാഗങ്ങളൊക്കെ നല്ല ഫീലോട് കൂടി പാടി.
നല്ല രസമുണ്ടായിരുന്നു. ഇപ്പൊ ഈ നേരത്തെ ഇപ്പൊ MJ പറഞ്ഞ ആ ഭാഗം അതും മധുമംഗലം എഴുതി വെച്ചിട്ടുണ്ട്. ഫീൽ 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 എന്ന് എഴുതി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ. അതെ, വാട്ട് എ ഫീൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാനിവിടെ. അപ്പൊ മിടുക്കി കുട്ടിയാട്ടോ, പാടാൻ ശരിക്കും മിടുക്കിയാ. നല്ല ഒരു ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു. ക്യൂട്ട്നെസ് റീലോഡഡ് ആയിരുന്നു ഈ പാട്ട് പാടിയപ്പോ. ഓക്കെ ഓക്കെ, മിടുക്കി കുട്ടി, ഓൾ ദ ബെസ്റ്റ്. മീനുട്ടാ, എന്തോ ഞാൻ ഇതുപോലെ ഒരു മിന്നാമിന്നി കുട്ടിയായിട്ടാണ് ശ്രേയക്കുട്ടി ആദ്യമായിട്ട് കാണുന്നത്. അത് ഒരു റിയാലിറ്റി ഷോയുടെ സൂര്യ TV മറ്റോ ആയിരുന്നു എൻ്റെ റിയാലിറ്റി ഷോ. അപ്പൊ അതിൽ ഞാൻ ജഡ്ജ് ചെയ്യാനായിട്ട് അവിടെ പോയി. ചെന്നൈയിലായിരുന്നു ഷൂട്ടുണ്ടായിരുന്നത്. അപ്പൊ ലാലി ലാലി എന്നുള്ള പാട്ട് പാടി. അപ്പൊ ലാലി ലാലി പാടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ഇരിപ്പ് ഉറക്കുന്നില്ല. കാരണം എനിക്ക് സ്റ്റേജിൽ പോയേ പറ്റൂ. പക്ഷെ അക്കാലങ്ങളിലൊക്കെ റിയാലിറ്റി ഷോകളിൽ ഇങ്ങനെ ജഡ്ജസ് ഇങ്ങനെ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നതല്ലാതെ അങ്ങോട്ട് പോകാറില്ല. ആ സ്നേഹമൊന്നും അങ്ങനെ കാണിക്കാറില്ല. പക്ഷെ എനിക്ക് തോന്നി ആ കുഞ്ഞിന്റെ ഒരു എക്സ്ട്രോണറി ടാലന്റ് കണ്ടിട്ട് അവിടെ പോയേ പറ്റുള്ളൂ. അങ്ങനെ ഓടിപ്പോയി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഉയർത്തിയെടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെ ശ്രേയക്കുട്ടി വളരെ സ്പെഷ്യലാണ്, ഒരു സ്പെഷ്യൽ ടാലന്റ് ആണ്. ഇപ്പൊ ശ്രേയക്കുട്ടി ഈ പാട്ട് മാത്രമല്ല ഒത്തിരി പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതുപോലെ ഒത്തിരി ഷോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ശ്രേയക്കുട്ടി ഇപ്പൊ വലിയ പാട്ടുകാരിയായിട്ട് നല്ലൊരു ക്രിസ്ത്യൻ ജോഷിൽ പാടിയിട്ടുണ്ടല്ലോ കുട്ടഞ്ഞാറിന്റെ മേലേ മാനത്തെ ഈശോ. ക്രിസ്മസിന് നമുക്കത് പാടാല്ലേ? മേലേ മാനത്തെ ഈശോയേ ഒന്നു വരാമോ ഈശോയേ, കാണാ കണ്ണിൽ കൗതുകം പാകുന്ന സ്വർഗത്തിൻ ലാവണ്യമേ, സ്നേഹോദാരമായി ജീവനിൽ വാഴുന്ന പൊന്നേശു തമ്പുരാനേ, മേലേ മാനത്തെ ഈശോയേ ഒന്നു വരാമോ ഈശോയേ, ഈശോയേ ഈശോയേ. നമ്മുടെ മിനുങ്ങും മിന്നാമിനുങ്ങെ എഴുതിയിരിക്കുന്നത് ഹരിനാരായണനാണ്. ഹരിനാരായണൻ. അതെ, ഹരി എനിക്ക് വേണ്ടി ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന ഒരു പാട്ട് ഇതാണ്. വാതുക്കല് വെള്ളരി പ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട് തുള്ളിയാമെന്നുള്ളില് വന്ന് നീയാം കടല്. ഈ പാട്ടാണ്, അത് മറക്കാൻ പറ്റാത്തതാണ്. ഇതുപോലെ പല പാട്ടുകളും പല സിനിമകളിലും ഹരി എനിക്ക് എഴുതിയിട്ടുണ്ട്. ഭയങ്കര മിടുക്കനായിട്ടുള്ള ഒരു ലിറിക് റൈറ്റർ. എസ്തർ ബേബി, your score is 96.5 out of 100. ഓൾ ദി ബെസ്റ്റ്. ഈ ലൈറ്റ് ചാർജ് തിരിഞ്ഞതിന് കുത്തിയിട്ടോ. ചാർജ് ചെയ്യാൻ കുത്തിട്ടോ. അതെ, ചാർജിങ്ങിന് വെക്കും അതിന്. ഇനി നമ്മൾ ടോപ്പ് സിംഗറിൽ കുറച്ചധികം കാലം പിന്നിലേക്ക് പോകാൻ പോവാണ്. കാരണം റെട്രോ റിവൈൻഡ് റൗണ്ട് ആണ് വരാൻ പോകുന്നത്. ഒരു സൂപ്പർ സോങ്ങുമായിട്ട് നമ്മുടെ സാരംകുട്ടനാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം സാരംഗ് ഓൺ സ്റ്റേജ്. ചൈൽഡ് മനൻ. അതെ, പാവമായിട്ട് വരുന്നേ. എന്തു പറ്റി? ഭയങ്കര സ്റ്റൈലിഷ് ആയി. ഒന്നുമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ഇന്ന് അമ്മയെ പറ്റി പറയൂന്ന് പറഞ്ഞായിരുന്നേ. അപ്പൊ അമ്മ പറഞ്ഞു എടാ അതൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട്. എന്താ കാര്യം? അത് ഞാന് 2 ദിവസം മുമ്പിട്ട് ഉറങ്ങി എഴുന്നേറ്റു. നല്ല രീതിയിൽ എഴുന്നേറ്റില്ല, ഒരു ഉറക്കപ്പിച്ചുണ്ടായിരുന്നു. വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ ആദ്യം തന്നെ വെറുതെ ഫോണൊന്ന് ഓണാക്കി ഒന്ന് നോക്കി. അപ്പോഴത്തേക്ക് അമ്മ തുടങ്ങി ഫോൺ തുടങ്ങി. അതും പറഞ്ഞിട്ട് ഫുള്ള് ലഹളയായിരുന്നു. നീ എന്തിനാണ് ഇത് രാവിലെ തന്നെ പാട്ട് കേൾക്കാന്നതിന് പകരം എന്തിനാ രാവിലെ തന്നെ ഫോൺ എടുത്തെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ ഓർക്കസ്ട്ര പ്രാക്ടീസിന് വിളിച്ചു. ഞാൻ പോകുമ്പോ ഈ വെറുപ്പുണ്ട് അമ്മക്ക്. അപ്പൊ ഞാന് ഈ ദേഷ്യമുണ്ട്. അങ്ങനെയായിരിക്കും, പക്ഷെ ഇവിടെ ആൾക്കാർ തെറ്റിദ്ധരിക്കും. ദേഷ്യത്തില് എടാ ഇങ്ങനെ ഒറ്റക്ക് അങ്ങ് പോടുന്ന് പറഞ്ഞിട്ടോ. എന്നിട്ട് നോക്കുന്ന പേടിച്ചിട്ട് അപ്പൊ ദേഷ്യത്തില് എന്നോട് പറഞ്ഞു എന്നാ ഇനി ഒറ്റക്ക് പോട്, ഞാൻ വരുന്നില്ല, നമുക്ക് നോക്കാലോന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു വെറുതെ പറയുന്നതായിരിക്കും. നോക്കുമ്പോ 2 മിനിറ്റ് കഴിഞ്ഞിരുത്തു അമ്മ പിന്നെയും അവിടെ തന്നെ വരുന്നില്ല എന്ന് തന്നെ രീതിയിൽ. പിന്നെ ഓർക്കസ്ട്ര വിളിച്ചു. പിന്നെ സമയം കളയല്ലോ എന്ന് വെച്ചിട്ട് വേഗം പോയേ. അന്നേരത്തും വന്നില്ല. പിന്നെ ഓർക്കസ്ട്ര ഇതൊക്കെ കഴിഞ്ഞു വീട്ടിലെത്തി.
പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അമ്മ എന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു ആണല്ലേ അത് ശരി. ഞാൻ അയ്യ കയറിയ സമയത്ത് അമ്മ ഞാൻ അറിയാതെ അവിടെ എത്തിയിരുന്നു. എന്നിട്ട് അമ്മ അതേപടി പോയി കഴിയാനായപ്പോ. കഴിയാറായപ്പോ അമ്മ വേറൊരു സ്ഥലത്ത് ഒളിച്ചു നിന്നു. എന്നിട്ട് എടാ പൊട്ട ഇനി കണ്ടില്ലാലോ അങ്ങനെയല്ലേ അമ്മയുടെ കണ്ണെന്ന് പറയണത് എപ്പോഴും മകന്റെ കൂടെ തന്നെ കാണും. അതങ്ങനെയാണ്, അതിലൊരു വ്യത്യാസമില്ല. ഇനി ഏതാണ് പാട്ട്? താലിപ്പൂ പിലിപ്പൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് കേട്ടോ. ഓ. എനിക്ക് എപ്പോഴും തോന്നാറ് യേശുദാസ് സാറിന്റെ വോയിസ് ബോംബെയിൽ അന്നത്തെ കാലങ്ങളിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അതിന് ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പൊ ജഗദീഷ് ജലാനായാലും കഹാസയായ സൗണ്ട് ക്വാളിറ്റി അദ്ദേഹത്തിന്റെ ശബ്ദത്തിനെ ശരിക്കും ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു ആ കാലത്ത് രവീന്ദ്ര ജെയിൻ സാബിന്റെ മ്യൂസിക് അല്ലേ? അതെ സർ. ഇത് എഴുതിയിരിക്കുന്നത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാർ. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ വലിയൊരു നമസ്കാരമാണ്. പിന്നെ മൂവി സുജാത. ഇത് PVG ആണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. ഇത് ഡയറക്ട് ചെയ്തത് ഹരിഹരൻ സാറാണ്. ഹരിഹരൻ സാർ ലെജൻഡറി ഡയറക്ടറാണ്. അദ്ദേഹത്തിന് ഒരു വലിയൊരു നമസ്കാരം. അപ്പൊ ഈ പാട്ട് ഗംഭീരാവട്ടെ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. കലക്കു.
മക്കളെ വെരി നൈസ് വെരി എനിക്ക് നൈസ്. ആ അനുപല്ലവി ഒന്ന് കൃത്യമായിട്ട് ഒന്നുകൂടെ പാടിത്തരാമോ? ഓക്കെ സാർ. ഓക്കെ, ആ ബീച്ചിൽ നിന്ന് തുടങ്ങാം. റെഡി? ഇല്ലിമുളം കൂട്ടിൽ നിന്നിറങ്ങി വന്നെന്റെ അല്ലിമുളം കുഴലിൽ നീ തേൻ ചൊരിഞ്ഞോ. ഇല്ലിമുളം കൂട്ടിൽ നിന്നിറങ്ങി വന്നെന്റെ അല്ലിമുളം കുഴലിൽ നീ തേൻ ചൊരിഞ്ഞോ. എന്റെ പളുങ്കൊളി ചിറകുള്ള സ്വപ്നജാലങ്ങളെ പറക്കും തളികയിൽ എടുത്തുയർത്തി. താലിപ്പൂ പീലിപ്പൂ താഴമ്പൂ ചൂടി വരും തളിരിളം കാവണം കിളിയേ. ഓക്കെ, വെരി നൈസ് വെരി നൈസ്. നൈസ്. നൈസ് 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 നൈസ്. സാരംഗൂട്ടാ, എന്താ സാർ? സാരംഗൂട്ടന്റെ കഴിവെന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ഓർഡിനറിയാണ്. മിടുക്കനായിട്ടുള്ള പാട്ടുകാരനാണ്. അല്ലാതെ ഒന്നും ഈ പാട്ട് ഇങ്ങനെ പാടാൻ പറ്റില്ല. ഓ. ഇതിലുള്ള ചെറിയ ചെറിയ സംഗതികളും പല പ്രത്യേകതകളും നിറഞ്ഞ പാട്ടാണ്. പ്രത്യേകിച്ച് അത് മലയാളിയല്ല കമ്പോസ് ചെയ്തിരിക്കുന്നത്, അറിയാലോ. ഇതിലെനിക്ക് പല്ലവി എനിക്ക് ഇഷ്ടപ്പെട്ടു. അനുപല്ലവിയിൽ ആ ഇല്ലിമുളം തുടങ്ങിയത് ഇപ്പം രണ്ടാമത് പാടിയപ്പോഴല്ല, ഫസ്റ്റ് ടേക്കിൽ ഇല്ലിമുളം എന്നുള്ളടത്ത് ഇല്ലി ചേർന്നില്ല. പിന്നെ എൻ്റെ പളുങ്കുളി മിസ്സായി, അതിപ്പോൾ രണ്ടാമത് പാടിപ്പിച്ചപ്പോൾ പളുങ്കുളി അവിടെ വന്നു. പിന്നെ ചരണത്തിൽ ചേതന എന്നുള്ളത് മിസ്സായി. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത് ആദ്യത്തെ തവണയല്ല സംഭവിക്കണത്. പലതവണയായി താരംകുട്ടം പാടുമ്പോൾ വരികൾ മറക്കുക എന്നുള്ളൊരു പ്രശ്നം. അപ്പോൾ മാക്സിമം വരി മറക്കാതെ പാട്ട് പാടാൻ ശ്രമിക്കുക. പല ഭാഗങ്ങളും എക്സ്ട്രാ ഓർഡിനറി, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാടിയത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. ടെൻഷൻ ഇല്ലാതെ പാടിയാൽ മതി. ഇപ്പൊ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആയില്ലേ, സ്റ്റേജ് ആയിട്ട് പരിചയമായി, ടോപ്പ് ബാൻഡ് ആയിട്ട് പരിചയമായി, ഞങ്ങളായിട്ട് പരിചയമായി, ക്യാമറ എങ്ങനെ വരുന്നു എന്നറിയാം, ഒക്കെ അറിയാലോ. അപ്പൊ ആ ഒരു ടെൻഷൻ അങ്ങ് ഒഴിവാക്കിയാൽ തന്നെ കുറെ ഇങ്ങനെ എനിക്ക് കിട്ടുമോ എനിക്കിത് മറന്നു പോവുമോ എന്നുള്ള ആ ഒരു ടെൻഷൻ തലയിൽ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ ഉണ്ടായി എന്തായാലും മറക്കും. അപ്പൊ കോമ്പറ്റീഷൻ ആകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ആ സ്കോറിന് ചെറുങ്ങനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലോട്ടേക്ക് മാറും. ഓക്കെ, എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സാരംകൂട്ടിന് എന്തുകൊണ്ടാണ് കോൺഫിഡൻസ് കുറവ് എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. അതിനെപ്പറ്റി പഠിക്കേണ്ടിയിരിക്കുന്നു. അതിനെപ്പറ്റി പഠിക്കേണ്ടിയിരിക്കുന്നു. കോൺഫിഡൻസ് കുറയേണ്ട യാതൊരു കാര്യങ്ങളും ഇല്ല എന്നുള്ളത്. ആ, മനസ്സിലായോ? സാരംകൂട്ടനെ പോലെ ഈ ലോകത്ത് വേറെ ആർക്കെങ്കിലും പാടാൻ പറ്റുമോ? ഇല്ല, അത് അത് ഉറപ്പിച്ച് പറഞ്ഞോ. അത് ഇല്ല, പറ്റില്ല. ഇല്ല, സംശയമില്ല. സാരംകൂട്ടന്റെ ശബ്ദം എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. സാരംകൂട്ടൻ പാട്ട് കൺസീവ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഞാൻ കൺസീവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുമോ? ഇല്ല. ഇതെല്ലാം സാരംകൂട്ടന്റെ പ്രത്യേകതകളാണ്. അപ്പോൾ നമ്മൾ അതിൽ ബിലീവ് ചെയ്യണം. ബിലീവ് ആൻഡ് ട്രസ്റ്റ്, അതാണ് നമ്മുടെ ടാലന്റിൽ. അത് അഹങ്കാരമല്ല, അത് അഹംബോധമാണ്. നമുക്ക് വേണ്ട ബോധം, അത് നമുക്ക് നഷ്ടപ്പെടരുത് കേട്ടോ. അങ്കിൾ ഒത്തിരി സ്നേഹത്തിൽ പറയാണേ. അപ്പൊ ഈ സമയത്ത് ഞാൻ വേറൊരു കഥ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പെയാണ് ഇതുപോലെ ഒരു സ്റ്റേജിൽ ഞാൻ കണ്ടക്ട് ചെയ്യാണ്. അപ്പൊ അത് പാടാനായിട്ട് ഒരു പാട്ടുകാരൻ വരികയാണ്. അപ്പൊ അദ്ദേഹം ആണെങ്കിൽ പല ദിവസങ്ങളും ഉറങ്ങാതെ പല പാട്ടുകൾ പാടി, സിനിമാ പാട്ടുകൾ, ഡിവോഷണൽ സോങ്സ് എല്ലാം പാടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഹരിഹരൻ സാറിനെ ആദരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ കോഴിക്കോട് നടക്കുകയാണ്. അപ്പൊ കണ്ടക്ട് ചെയ്യുന്നത് ഞാനാണ്. ഇതേ സിനിമയിലുള്ള വേറൊരു പാട്ടാണ് സാരംകൂട്ട. കാളിദാസന്റെ കാവ്യഭാവനയെ കാൽച്ചിലമ്പണിയിച്ച സൗന്ദര്യം. മധുവിനറിയാലേ പാട്ട്? അറിയാം. അപ്പൊ ഈ പാട്ടുകാരൻ അവിടെ വന്നു. പുള്ളി ഭയങ്കര ബിസി ആയിരുന്നു. അപ്പൊ വരുമ്പോ തന്നെ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അത്ര കോൺഫിഡന്റ് അല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാരമില്ല, പാടിക്കോ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും പാടിയേ പറ്റുമെന്ന്. എന്തായാലും അത് പാടിയേ പറ്റൂ എന്നുള്ള, ഈ പാട്ട് പാടിയേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് എല്ലാം സെറ്റായി. നമ്മുടെ ഫ്രാൻസി ഉണ്ടായിരുന്നു വയലിൻ വായിക്കാനായിട്ട്. മണികണ്ഠൻ ജി ഉണ്ട്. ഈ പാട്ടുകാരൻ വന്നു, നല്ല കോൺഫിഡന്റ് ആയിട്ട് നിന്നു.
പല്ലവി അതിഗംഭീരമായിട്ട് പാടി. അത് കഴിഞ്ഞിട്ട് അനുപല്ലവിയുടെ മുമ്പുള്ള ബീജത്തില് ഇപ്പൊ നമ്മൾ കേട്ട ബീജം പോലെ ഒരു ബീജം വരുന്ന സമയത്ത് ഈ പാട്ടുകാരൻ എന്റെ അടുത്തേക്ക് നടന്നിട്ട് പറയുന്നു, കുട്ടൻ ചേട്ടാ എനിക്ക് അനുപല്ലവിയുടെ ട്യൂണെന്ന് പറഞ്ഞു തരൂ. അപ്പൊ ഞാൻ പെട്ട് ഞാനിങ്ങനെ മാനത്തോട്ട് പോകണേ, ഇത് എങ്ങനെ, കാരണം ഇനിയൊരു 16 പറ മറ്റേ ഉള്ളു ബാക്കി ബീജം. ഈ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞോ. അപ്പൊ പാട്ടുകാരൻ നേരെ ഫ്രാൻസിൽ എടുത്തു വന്നു. ഫ്രാൻസ് എടുത്ത് പോയി. അപ്പൊ ഫ്രാൻസ് എന്നോ പറഞ്ഞു കൊടുത്ത്. അങ്ങനെ അന്ന് അനുപല്ലവി പാടി രക്ഷപ്പെടുത്തി. ആ പാട്ടുകാരൻ ഇവിടെ തന്നെ ഉണ്ട്. അതാണ് മധുബാലൻ. അല്ല ഇപ്പൊ ഇവര് ചിരിച്ചോണ്ട് പറയുന്നതേ ഉള്ളൂ. ആ സമയത്ത് എനിക്കുണ്ടായ വെപ്രാളം എന്താ? ഈ കഥ പറയാനുള്ള കാരണം എന്താ സാരംകുട്ടാ? നമുക്ക് എല്ലാവർക്കും ഞാനാണെങ്കിലും ആര്യാണെങ്കിലും മീനൂട്ടി ആണെങ്കിലും എല്ലാവർക്കും മറവി വരാം, ഏതൊരു സമയത്തും വരാം. അതൊരു തെറ്റല്ല. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാം, ഇഷ്ടംപോലെ സംഭവിക്കാം. നമ്മൾ ഈ കഥകളൊക്കെ പറയുമ്പോഴും കരച്ചിലാ. എന്തിനാ കരയണേ? അങ്ങനെ വിഷമിക്കരുതെന്ന് പറയാൻ ഈ കഥയൊക്കെ ഇതൊക്കെ ഈസി ആവാൻ വേണ്ടിട്ട് പറഞ്ഞ മനസ്സിനെ ശാന്തമാക്കി. ഇങ്ങോട്ട് അതെ. അവൻ ചിരിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞല്ലേ, നമ്മുടെ മോനല്ലേ, നമ്മുടെ കുഞ്ഞു മോനല്ലേ അല്ലേ? എടാ ഒരു കുഴപ്പമില്ല. അതെ, ഒന്നുമില്ല. നിസ്സാര ചീള് കേസ്. നമ്മളൊരു യാത്ര പോകുമ്പോഴേ ഇടയ്ക്ക് എവിടെയെങ്കിലും ചായ കുടിക്കാനായിട്ട് നിർത്തൂലേ? അപ്പൊ ചായ കുടിക്കുമ്പോൾ ഒരു നല്ല രസമല്ലേ? അതുപോലെ ഇത് ചായ കുടിക്കാൻ നിർത്തിയാണെന്ന് വിചാരിച്ചാൽ കേട്ടോ. ചായ കുടിക്കുമ്പോൾ ആരെങ്കിലും കരയോ? ചായ കൊള്ളില്ലെങ്കിൽ ചിലപ്പോ ചായ കൊള്ളില്ലെങ്കിൽ നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് പോകും അല്ലേ? പക്ഷെ കരയൂലല്ലോ. അപ്പൊ കരേണ്ട ആവശ്യം. അത് കുഴപ്പമില്ല അല്ലേ? ഓക്കെ. ചുമ്മാ കരയരുത്, എനിക്ക് വിഷമവും കേട്ടോ. അപ്പോ ഇന്നത്തെ മാർക്ക് എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ ആ ഒരു ലൈൻ മറന്നൊക്കെ പോയില്ലേ? അപ്പൊ അതനുസരിച്ച് ഇന്നത്തെ മാർക്ക് എന്ന് പറയുന്നത് 96 ഔട്ട് ഓഫ് 100 ആണ്. അതില് നമ്മൾ മൂന്നുപേരും കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറവി എല്ലാവർക്കും സംഭവിക്കാം. അതുകൊണ്ട് നമ്മളൊരു 0.5 കൂടെ ഗ്രേസ് മാർക്ക് എടുത്തിരുന്നു. അപ്പൊ എത്രയാ? 96.5 ഔട്ട് ഓഫ് 100 ഫോർ സാരംകുട്ടൻ ടുഡേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അടുത്ത വയസ്സ് സെറ്റായിട്ട് വരണം കേട്ടോ. വിഷമിക്കാതെ പോണേ. ആര്യ ചേച്ചി, ഇനി നമ്മൾ എല്ലാവരും നിർത്താതെ വർത്താനം പറയാൻ വിളിക്കവനെ. അതായത് ഒരു വില്ലൻ വരാൻ പോവാണ്. നമുക്കുണ്ടാവും അന്നാ വർത്താനം നിർത്തി ഇനി പാട്ട് കേൾക്കാം, പക്ഷെ നടക്കില്ല. വർത്താനം നിർത്താൻ അവൻ വിചാരിച്ചിട്ട് പോലും പറ്റുന്നില്ല. അതെ, അവസാനം അവന്റെ വായ പൂട്ടി ഒരു കീ നമ്മുടെ കയ്യിൽ എറിഞ്ഞു. അങ്ങനെ പണ്ട് ഒരു 5 വർഷം 6 വർഷം മുന്നേ ഒരു ഉപ്പായിരുന്ന ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവന്ന ആളാണ് ഇപ്പൊ നമ്മുടെ മുന്നിൽ ഒരു വലിയ ബിഗ് ബോയ് ആയിട്ട് വരാൻ പോകുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ നവനീത്. വെൽക്കം. നറുവെണ്ണ. മുടി കണ്ടോ? ഇതൊക്കെ കൊള്ളാൻ സ്പൈക്ക് അടിച്ചിട്ടുള്ളത്. ആര് സ്പൈക്ക് ഒക്കെ മേക്കപ്പ് പേരെന്താ? രാജേഷ്. തലയിലൊരു ഗോപുരം. അത് കറക്റ്റ് ഇവിടെ ക്രിസ്മസ് അപ്പൂപ്പന്റെ വായല് ടോപ്പ് സിംഗർ. ആ അപ്പൂപ്പന് ഇഷ്ടപ്പെട്ടോ? ആ അപ്പൂപ്പൻ ഡാൻസ് കളിക്കണേ, ഈ തുള്ളി കളിക്കുന്ന അപ്പൂപ്പൻ. അത് ഇഷ്ടപ്പെട്ടു. അത് ഇഷ്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്നോമാൻ. അതാ ഇഷ്ടം. എന്തോ അതെ, മെസ്സി വന്നല്ലോ. പോയിരുന്നോ കാണാൻ? കണ്ടില്ല. ഓ, ക്രിസ്ത്യാനോനാണ് ഇഷ്ടം, മെസ്സി അല്ല. ക്രിസ്ത്യാനിയാനോ? ഇപ്പൊ ഇഷ്ടാണ്. കാണാതിരുന്നില്ലേ? കാണാൻ സമയം ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം MG അങ്കിൾക്ക് വേണ്ടിയാണ് ഡെഡിക്കേഷൻ. അത് ശരി. ആഹാ, ഏത് പാട്ടാന്നറിയോ? ഏത് പാട്ടാ? നമ്മുടെ മറ്റേ ഇപ്പൊ മറന്നു, ഇപ്പൊ കിട്ടും. നമ്മുടെ നെറ്റിയിൽ ഗോപിക്കുറിയുണ്ടോ? നെറ്റിയിൽ ഗോപിക്കുറി ഇല്ലല്ലോ, സ്പൈക്കല്ലേ ഉള്ളൂ. ഗോപി പോലെ ഉണ്ടല്ലോ ഇങ്ങനെ. അതെ.
അതാ ഷേപ്പ് അങ്ങനെ അതിന്റെ 4 വരി എന്ന് MJ അങ്കിൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഒന്ന് പാടി, yes, ഒന്ന് പാടി, ആ, ശരി. ഒന്ന് പാടി, പാടി, പാടി. മഴ പെയ്യും മേഘത്തിൻ നിറമാണോ, മുടിയൽ മയിൽ പീലി കണ്ണുണ്ടോ, കണ്ണുകൾ കാതോളം നീണ്ടിട്ടോ, കയ്യിലോരോട കുഴലുണ്ടോ, അത് കണ്ണൻ 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 ആഹാ. അതു കണ്ണൻ കണ്ണൻ കണ്ണൻ. ഇത് മാറ്റണം. നവനീതിനെ പറ്റി പാടുമ്പോ അത് കള്ളൻ കള്ളൻ കള്ളൻ. വീട്ടുകാരെയൊക്കെ രക്ഷിച്ചു എന്ന് പറഞ്ഞു കേട്ടു. എന്തത്? അതാരാ രക്ഷ്യ? എന്താണ് അമ്മയുടെ അബദ്ധമാണത്. അബദ്ധമാണ്. അമ്മയുടെ ഒരു അബദ്ധം. അബദ്ധം. ഓ അത് ശരി. ആ, എന്തായിരുന്നു അബദ്ധം? പറ. എന്തായിരുന്നു അത്? ആ അബദ്ധം. ഞാനും അമ്മൂമ്മയും ഗ്രൂമിങ് കഴിഞ്ഞ് വീട്ടിൽ വന്നു. ആ. വീട്ടിൽ വന്ന് ഉള്ളിൽ നോക്കുമ്പോ പുകയോട് പുക. അയ്യോ പുക. എന്നിട്ട് അപ്പൊ ഞങ്ങള് ശ്വാസം മുട്ടി ചുമക്കുകയായിരുന്നു. ശ്വാസം മുട്ടി. ആ. ശ്വാസം അപ്പൊ മുട്ടി ഞാനും അമ്മൂമ്മയും കൂടെ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോ ദാ തീ കൂട്ടി വെച്ചിട്ട് ഒരു ചീഞ്ചട്ടിയില് ഉം. കുറച്ച് മോരുകൂട്ടാൻ ഇട്ടായിരുന്നു. ആ. അത് മോരുകൂട്ടാൻ കരിഞ്ഞ് അത് ആണോ? അത് കരിഞ്ഞ് കരിഞ്ഞ് പുക പിടിച്ച് ആ, പുക വന്ന്. ആണല്ലേ? അപ്പൊ ആ സമയം ഞാന് അമ്മേനെ വിളിച്ച് കാണിച്ചു. ഉം. എന്നിട്ട് ഞാൻ TV കണ്ടോണ്ട് പറഞ്ഞു ഇനി മേലെ അങ്ങനെ ചെയ്ത് ഇനി മേലെ ചെയ്തു പോരുത്. അങ്ങനെ ചെയ്തു ചെയ്യരുത്. വരുന്നത്. അങ്ങനെ പറഞ്ഞു. TV കണ്ടോണ്ട് അവൻ ചേച്ചിയോട് പറഞ്ഞു ഗ്യാസ് ഓഫ് ചെയ്ത് മേലാൽ തരാം. അങ്ങനെ ചെയ്യരുത്. ഗ്യാസ് ഓഫ് ചെയ്തത് ഞാനും എന്റെ അമ്മൂമ്മയും കൂടെ. ആണോ? ആണ്. അപ്പൊ TV കണ്ടോണ്ടിരുന്ന ആളെങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്യാൻ പറ്റും? അല്ല ഈ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന് ഓ TV അപ്പഴത്തേക്ക് ഓഫ് ചെയ്ത് വന്നിട്ടാണ് അത് ഗ്യാസ് ചെയ്തിട്ട് ചാടി വന്ന് അത് ഓഫ് ചെയ്ത് അങ്ങനെ ഞാന് മേലത്തെ ഒരു സ്വിച്ച് ഓൺ ആക്കിയിട്ട് ആ പുക ഫുള്ള് പുറത്തോട്ട് കളഞ്ഞു. അതെങ്ങനെ ഇങ്ങനെ ഒരൊറ്റ പിടി Exhaust, പുക. exhaust. അങ്ങനല്ല ഒരു സ്വിച്ച് മേളത്തെ ഒരു സ്വിച്ച് exhaust. അത് on Exhaust. ആക്കി. ഓക്കെ. അമ്മ എവിടെ പോയതാ ഈ മോരുകറി വെച്ചിട്ട്? അമ്മ മൊരേറി വെച്ചിട്ട് ആ. സിനിമ കാണാൻ പോയോ? ഫുൾ വോളിയത്തിൽ ഇട്ടിട്ട് അമ്മ ചന്ദനക്കിരി കത്തിച്ചോണ്ട് ട്യൂഷൻ എടുക്കാൻ പോയി. ട്യൂഷൻ എടുത്തോണ്ട് കൊച്ചുങ്ങളെ പഠിപ്പിച്ചോണ്ടിരിക്കുവായിരുന്നു. ചന്ദനത്തിരി എടുത്തോണ്ടാണ് കൊച്ചുങ്ങളെ ട്യൂഷൻ ചന്ദനത്തിരി നേരെ മണ്ണി വെച്ചിട്ട് ഇങ്ങനെ കൊച്ചുങ്ങളെ ഇങ്ങനെ വാട്ടി എടുത്ത് പഠിപ്പിക്കും. ആണോ? അതെന്തിനാ? അത് കൊതുക് അടിക്കാതിരിക്കാൻ. കൊതുക്. ആ. കൊതുക് വരാതിരിക്കാനാ. ഓക്കെ ഓക്കെ ഓക്കെ. നവനീതേ, ഈ നവരസങ്ങൾ എങ്ങനെ കാണിക്കുന്നത്? രാജപ്പനെ കാണാനാണെങ്കിൽ അയാൾ ശീർഷാസനത്തിലാണ്. ആ. ഞാൻ ഉദയഭാനു രാജപ്പന്റെ സുഹൃത്താണ്. ഞാൻ പച്ചാളം ബാസി രാജപ്പനെ നവരസങ്ങൾ പഠിപ്പിക്കുകയാണ്. ശീർഷാസനം കഴിയട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം. ശീർഷാസനം കഴിഞ്ഞാലുടൻ പത്മാസനമാണ്. അത് കഴിഞ്ഞ് കുക്കുടാസനം, പിന്നെ സർവാംഗാസനം, പിന്നെ മയൂലാസനം, എല്ലാം കഴിഞ്ഞ ശവാസനമാണ്. പിന്നീടാണ് നവരസങ്ങളിലേക്ക് കിടക്കുക. കഠിനമായ പഠനമാണിത്. വിശദീകരിക്കാം. ശൃംഗാരം, കരുണം, വീരം, ഉം. രൗദ്രം, ഹാസ്യം, ഭയാനകം, ഓ. പീപൽസം, അത്ഭുതം, ആ. ശാന്തം. ശ്ശോ. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. പാഠമധികം, സമയം തുച്ഛം, തടസ്സങ്ങൾ അനുവദനീയമല്ല. ശത്രുവായാലും മിത്രമായാലും പതഞ്ജലി ഭരതമുനി പൊയ്ക്കോളും. വെരി ഗുഡ്, വെരി ഗുഡ്. സൂപ്പർ സൂപ്പർ. അയ്യോ നല്ല രസം ഇതിന്. എങ്ങനെ നിങ്ങക്ക് നേരം പോകും ചേച്ചി വീട്ടില്? അതന്നെയാണ് റോക്കറ്റ് വരെ പമ്പറടിക്കുന്നത്. ആണല്ലേ? ആണ്. എനിക്ക് ആ ബീഭത്സമാണ്. എന്താ ബീഭത്സം? അങ്ങനെ എന്തോ പറഞ്ഞല്ലോ. ബീഭത്സം. ബീബൽസം. ബീഭത്സം. അതെങ്ങനെ? അങ്ങള് പഠിപ്പിച്ചു തരുമോ അത്? ആ, എങ്ങനെയാണ്? ആദ്യം ഇങ്ങനെ കാണിക്കണം, ഇങ്ങനെയാണ്. അങ്ങനെ കൈ വെക്കണം. എന്നിട്ട് ആ. ഇങ്ങനെ തിരിയണം. ഇങ്ങനെ തിരിഞ്ഞിട്ട് ആണല്ലേ? ഇതൊക്കെ മാക്രി ശബ്ദം ഉണ്ടാക്കുന്ന പോലെ. മാക്രി. ശ്ശോ. അങ്ങനെ വേണ്ട, ജസ്റ്റ് ഓക്കാനിച്ചാ മതി ഇങ്ങോട്ട് നോക്കിയിട്ട്. ആ, അത്ര അതന്നെ മതി. അങ്ങനെ തന്നെ മതി. ക്രിക്കറ്റേഴ്സിനെ അവതരിപ്പിക്കൂലേ? ഞാൻ സഞ്ജു സാംസനെ കാണിക്കാം. കാണിച്ചോ. അങ്ങനൊന്നും നോക്കാറില്ല ചേട്ടാ. ബോൾ ഒന്ന് വലിച്ചടിക്കാൻ നോക്കും. പിന്നെ ആരാണ്? ഇനി ഞാൻ വിരാട് കോഹ്ലിയുടെ ആക്ഷൻ കാണിച്ചു. ആ, കാണിച്ചു.
വിരാട് കോഹ്ലി ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാൻ ആണോ? പിന്നെ MS ധോണി. MS ധോണി. ആ ധോണി. എല്ലാരും ലെഫ്റ്റ്. എല്ലാരും ലെഫ്റ്റ് ഹാൻഡ്. ഓ ഹെലികോപ്റ്റർ. ഇനി ആരാ ഇനി? സച്ചിൻ ടെണ്ടുൽക്കർ. സഞ്ജു ബോൾ അടിക്കുന്ന ആ ശബ്ദം ശംസൻ. അതാദ്യം കാണാം. ഒച്ച ഇടുന്നുണ്ട് ഇവൻ. അതെ 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 ബോള് തട്ടുന്ന ശബ്ദം ഉണ്ടായിട്ടില്ല. രണ്ട് ഗേൾ ഫ്രണ്ട്സ് ഇല്ലേ? രണ്ടല്ലോ. ഒന്നേ ഉള്ളൂ. ഒന്നിനെ കളഞ്ഞു. ഒന്ന്. അമയെന്നല്ല പേര്. പിന്നെന്താ? അമീഹ. അമീഹ എന്നാണ്. ആ, എന്നാലും കറക്റ്റ് ആയിരുന്നു. ആ. ഐ എം സോറി, തെറ്റിപ്പോയി. ഈ അമീഹ ഇഷ്ടപ്പെടാൻ എന്താ കാരണം? നല്ല കൊച്ചാണോ? അമീഹ നല്ല വെച്ച. നല്ല നല്ലൊരു കൊച്ചാണോ? കൊച്ചത്. നല്ലൊരു കൊച്ചത്. നല്ല കൊച്ചാന്ന് പറയുന്നത് അമീഹയുടെ അനിയനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. MS. അപ്പൊ അമീഹ എന്ന് പറഞ്ഞു പാട്ടൊക്കെ കേട്ടിട്ട്? അമീഹ മോനെ നീ പൊളിയാടാന്ന്. മോനെ നീ പൊളിയാണ്. സന്തോഷാണോ നിനക്ക്? അപ്പൊ ഈ പൊളിമോൻ ഇന്ന് ഏത് പാട്ടാ പാടാൻ പോന്നെ? ടപ്പ് ടപ്പ് ജാനകി ടിപ്പ് ടിപ്പ് പോയപ്പം എന്നിട്ട് ടപ്പ് ടപ്പ് സായിപ്പ് കണ്ണിറുക്കി കാണിച്ചേ. ഭയങ്കര എങ്ങനെ കണ്ടിരിക്കേ കാണിച്ചേ. കണ്ണിറുക്കി. അങ്ങനെ പാട്ടിലെങ്ങനെ കാണിക്കുന്നുണ്ടോ? ഇടയ്ക്ക് ട്യൂൺ വരുമ്പോ ഡാൻസ്. ഡാൻസ് ഉണ്ടോ? ഓ അത് ശരി. കണ്ടിട്ട് മനസ്സിലായില്ലേ? നമുക്കത് കാണാനും കേൾക്കാനും കൊതിയായിട്ട് വയ്യ. കൊതിയായി. എന്താ ഡീറ്റെയിൽസ്? വർഷം 2004. ആ ഫിലിം കാഴ്ച. റിലിക്സ് കൈതപ്പുറം സാർ. Okay. മ്യൂസിക് മോഹൻ സിത്താര സാർ. പാടിയത് മുബീന ചേച്ചി ആൻഡ് പ്രിയ ചേച്ചി. ഓക്കെ. എല്ലായി. കുതിര അപ്പൊ ഓടുന്ന ഇപ്പൊ- കാണിച്ചിരണം. ബുള്ളറ്റിൽ പോകുന്ന കുതിര. ആമ. ആമാ. ആമയുടെ ശബ്ദോ? അമ്മയ്ക്ക് ശബ്ദമില്ല. അയ്യോ നമ്മളത് അറിഞ്ഞില്ല. ഇനി വേറെ. പിന്നെ സിംഹം. ആ സിംഹം. ഓ കേട്ടോ? കൈയടിച്ചോ? കൊള്ളാലും. എനിക്ക് ആമയുടെ ഭയങ്കര ശബ്ദം ഏറ്റവും സിനിമ. ഇഷ്ടപ്പെട്ടത്. നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റുമോ? അതെ. കേൾക്കാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ആ താങ്ക് യു ഓൾ ദി ബെസ്റ്റ്. അവൻ പറയാം Thank you. പാട്ട് കേൾക്കാൻ നമുക്ക് ഓൾ ദി ബെസ്റ്റ് തരാം. മുത്തശ്ശി തവള കരഞ്ഞ മഴ പെയ്യോ? ആ അങ്ങനാ പറയുന്നേ. മാക്ക് മാക്ക് കരയാമോ? മഴയുടെ പാട്ടൊന്ന് പാടാമോ? മാക്ക് മാക്ക് കരയാമോ? മഴയുടെ പാട്ടൊന്ന് പാടാമോ? കണ്ണാടി പാടത്ത് കരുമാടി പാടത്ത് കാറ്റുണ്ടേ കോളുണ്ടേ രാക്കിളിയേ കാറ്റുണ്ടേ കോളുണ്ടേ രാക്കിളിയേ. ഹേ 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 ടപ്പ് ടപ്പ് ജാനകി ടിപ്പ് ടിപ്പ് പോയപ്പം ടപ്പ് ടപ്പ് സായിപ്പ് കണ്ണിറുക്കി കാണിച്ചേ. ടപ്പ് ടപ്പ് ജാനകി കള്ളം കോരാൻ പോയപ്പം വെളുത്തൊരു സായിപ്പ് കണ്ണിറുക്കി കാണിച്ചേ. ടപ്പ് ടപ്പ് ജാനകി ടിപ്പ് ടിപ്പ് പോയപ്പം ടപ്പ് ടപ്പ് സായിപ്പ് കണ്ണിറുക്കി കാണിച്ചേ. നാ 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 നാ. ഹേ നാ 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 നാ. മക്കാച്ചി മക്കരി പോ 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 മക്കരി ചടുകുടു മഴയത്തെ പാട്ടുകാരി. മഴയത്തെ കൂടിനെ കുടയാക്കി കൊണ്ടു നീ മക്കു മക്കു കറിയാതടി കൂട്ടുകാരി. മക്കിരിക്കോ ചേച്ചി കൊക്കരക്കോ ചേട്ടാ പട്ടിക്കുട്ടാപ്പി തത്തമ്മ പൊട്ടത്തി. മഴമഴയത്ത് നനനനയട കൊച്ചുണ്ടാപ്പിരി. എട മഴമഴയത്ത് നനനനയട കൊച്ചുണ്ടാപ്പിരി. എട കൊച്ചുണ്ടാപ്പിരി. ഹേയ് ടപ്പ് ടപ്പ് ജാനകി ടിപ്പ് ടിപ്പ് പോയപ്പം ടപ്പ് ടപ്പ് സായിപ്പ് കണ്ണിറുക്കി കാണിച്ചേ. ടപ്പ് ടപ്പ് ജാനകി വെള്ളം കോരാൻ പോയപ്പം വെളുത്തൊരു സായിപ്പ് കണ്ണിറുക്കി കാണിച്ചേ.
അടിപൊളി, നീ പൊളിയാടാ. എങ്ങനെയല്ലേ പറഞ്ഞേ ഗേൾഫ്രണ്ട്? പക്ഷെ മാക്രിയുടെ ശബ്ദം കേട്ടോ, പാടുമ്പോഴത്തേക്ക് ഒരു മാക്രിയുടെ ശബ്ദ. ആണല്ലേ? ചെറിയ മക്രി. ചെറിയ ചെറിയ മാക്രി, കുട്ടി ചെറു മാക്രിയാണത്. അത് കൊച്ചുണ്ടപ്പരിയാണോ? ഇത് നീ ചെണ്ടപ്രി. കണ്ടാലും അങ്ങനെ തന്നെ ഉണ്ട് കേട്ടാ. ഒരു കൊച്ചുണ്ടാപ്രി. ഇതെങ്ങനെ ഈ പാട്ട് കോറിയോഗ്രഫി ഇത് 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 ഇത്. ഇടയ്ക്ക് ഡാൻസ് ചെയ്തല്ലേ? ഡാൻസ് അത് ഇതിലെ മൊത്തം ഓടി നടന്ന കൊറിയോഗ്രാഫി. അത് ഭയങ്കര രസമായിരുന്നു. ടഫായിട്ടുള്ള സ്റ്റെപ്പാ അത് അല്ലേ? ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് അങ്ങനെ കാണിക്കണം. ടഫാ അത്. മധുവങ്കളുടെ സ്റ്റെപ്പ് എങ്ങനെയാണെന്നറിയാം. എങ്ങനെയാ കാണിച്ചേ? ഇതാണ് മധുവങ്കളുടെ സ്റ്റെപ്പ്. കറക്റ്റ് ആട്ടോ, കറക്റ്റാ. എന്റെ സ്റ്റെപ്പ്. ഹരി ചേച്ചിയുടെ സ്റ്റെപ്പ് അറിയാവോ? ഇല്ല ഇല്ല, കണ്ടിട്ടില്ല അങ്ങനെ. ക്രിസ്മസ് അപ്പൂപ്പന്റെ ഡാൻസ്. അതെ അത് കാണിച്ചോ. ആ പുപ്പൻ കാണിക്കുന്നത്. പേരെന്താ? സ്വന്തമായിട്ട് നാണായി. അത് പപ്പാഞ്ഞി. പപ്പഞ്ഞി. അല്ലല്ല, കുട്ടമ്പിള്ള എന്നാണ്. കുട്ടമ്പിള്ള നമ്മുടെ സ്വന്തം നാട്ടിലെ ചെണ്ടോട്ടുന്ന ആളല്ലേ? ആണോ? നമ്മുടെ സ്വന്തം നാട്ടിലെ ചെണ്ടോടുന്ന കുട്ടമ്പിള്ള ചേട്ടനെ അറിയില്ലേ? അപ്പൊ ഭാസ്കരനാരാ? അത് നമ്മളെ പി ഭാസ്കരൻ മാസ്റ്റർ. കുറച്ചു നേരം മിണ്ടായിരിക്കാമോ? ഇരിക്കാം. ഇരിക്കണ്ട, നിന്നാ മതി. ഇങ്ങനെ കേട്ടോ. ഫ്ലോർ സൈലന്റ്. ഫ്ലോർ സൈലന്റ്. ഓൾ സൈലന്റ്. അപ്പൊ ഞാൻ സൈലന്റ് ആയിരിക്കണ്ടേ? ജഡ്ജസ് ആദ്യം പറയാ പാട്ടിനെ കുറിച്ചുള്ള കാര്യം. പാട്ട് മാക്രി പാടിയ പോലെ ഉണ്ടായിരുന്നു. പിന്നെ കാണാൻ കൊച്ചുണ്ടാപ്രിയെ പോലെ ഉണ്ടായിരുന്നു. താങ്ക് യു. പിന്നെ ഇടയ്ക്കുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. താങ്ക് യു. എനിക്ക് ഇഷ്ടപ്പെട്ടത് മോക്കാച്ചി മാക്കിരി പോ മാക്രി എന്ന് പറഞ്ഞ ആ ഭാഗമാണ്. പിന്നെ അവസാനം വിളിച്ചില്ലേ, എടാ കൊച്ചുണ്ടാപ്പിരി എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഭയങ്കര രസം. അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ ഭയങ്കര രസമുണ്ടായിരുന്നു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നവനീത് കുട്ടാ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എവിടെയാന്ന് അറിയാമോ? മാക്രി കൊച്ചേച്ചി, കൊക്കര കൊച്ചേട്ട, പട്ടിക്കുട്ടാപ്പി, തട്ടമ്മ പൊട്ടത്തി. എങ്ങനെ പാടുന്നത്? കാക്കിരി കൊച്ചേച്ചി, കൊക്കര കൊച്ചേട്ടാ, പട്ടിക്കുട്ടാപ്പി, തത്തമ്മ പൊട്ടത്തി. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പാട്ടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഭംഗിയായിട്ട് പാടി, നന്നായിട്ട് പാടി, മിടുക്കനാണ്. ഓക്കെ, ഇനി ഒരു ഭയങ്കര സംഭവം വരാൻ പോട്ടെ. സംഭവം വരുന്നുണ്ട്. ഒരട്ടങ്ങനെ ഒരു ലിറ്റിൽ ഏഞ്ചൽ ദൈവം, അത് ദൈവമാണത്. അല്ല, അതെ മനുഷ്യനാണ്. ബാസ്കറ്റ്. താങ്കളുടെ പേരാണ് കുട്ടച്ചൻ. മിൽക്കി ബാർ നോക്കിയെടുക്കുക. അതാ ഇപ്പൊ അങ്ങോട്ട് പോക്കറ്റിലേക്ക് ഇട്ടോ, പോക്കറ്റിലേക്ക്. നിനക്ക് വേണ്ടിയതല്ലേ? കൂടെ വേണം. 1 2 3 4 5 6 7 9 10 11 12 13 14 15 16 17 18 കഴിഞ്ഞു. ഇടാ, ഇനി ബാസ്കറ്റ് പറഞ്ഞ് തള്ളേ വീഴും കേട്ടോ. ഓക്കെ, ഗുഡ് ബോയ്. ഹാപ്പി ക്രിസ്മസ്. നീ കഥയും പാട്ടൊക്കെ ആയിട്ട് വരണം കേട്ടോ. ഹാപ്പി ക്രിസ്മസ്. ഞാൻ എടുത്തോണ്ട് വന്നേട്ടാ. അതിന്റെ കൂടെ തെലത്ത് കിടന്ന ഒന്നും കൂടി. സാധക അറിയാമോ? ഇല്ല, എന്താ വോയിസ് എക്സസൈസ് ആണോ? വോയിസ് എക്സസൈസ് അതാണ്. അതിപ്പോ ജി മുതൽ ജീവൻ എത്തി എന്ന് പറഞ്ഞില്ലേ? പോരട്ടെ. അതൊക്കെ അങ്ങനെയാണോ പറയാന്ന് എനിക്കറിയില്ല. അയ്യോ, അത് ഞാൻ ഇന്ന് പഠിച്ചതേ ഉള്ളൂ. ആണോ? പക്ഷെ ഇത് അറിയാവുന്ന ഒരാളാണ് ഇപ്പൊ വരാൻ പോകുന്നത്. നമ്മുടെ ജുവൽ കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം ജുവൽ ഓൺ സ്റ്റേജ്. ജുവലിന്റെ പറഞ്ഞിട്ട് ഏതോ പ്രേതമാണല്ലോ പറഞ്ഞേ. അല്ല, ഇത് ക്രിസ്മസ് മാലാഖ. ഹായ് ബേബി. ഹായ്. എങ്ങനെയുണ്ട് ഫ്ലോറ്? നല്ല രസമുണ്ട്. എന്താ ഇഷ്ടപ്പെട്ടത്? റെയിൻഡിയേഴ്സ്. അത് എന്തുകൊണ്ടാണ് ഹോഴ്സസ് അല്ലാതെ ഈ റെയിൻഡിയർ വന്നത് ഈ സ്റ്റോറി? റെയിൻഡിയേഴ്സ് ക്യാൻ ഫ്ലൈ. നോ, ദേ ക്യാൻ റൈഡ് ത്രൂ സ്നോ. സ്നോ ആയതുകൊണ്ട്. സ്നോയില് ഹോഴ്സസ് ആണെങ്കിൽ വഴുതി വീഴും. അപ്പൊ അതാണ് റെയിൻഡിയേഴ്സ്. അവർക്ക് സ്നോയിലൂടെ ഈസി ആയിട്ട് നടക്കാൻ പറ്റും. അതാണ് ആ കഥയിൽ അങ്ങനെ വരാൻ കാരണം. ഈ സാന്റാക്ലോസിന്റെ കഥ അറിയാമോ? ഇല്ല. ഇതെങ്ങനെ സാന്റാക്ലോസ് ആയി എന്നുള്ളത്? യൂറോപ്പില് ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സെയിന്റ് നിക്കോളാസ് എന്നായിരുന്നു. ശരിക്കുള്ള പേര് നിക്കോളസ് എന്നായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. ബാക്കിയൊന്നും എനിക്കറിയത്തില്ല. സെയിന്റ് നിക്കോളാസ് ഒരു വലിയൊരു മനുഷ്യനായിരുന്നു. ഒരുപാട് കാരുണ്യമുള്ള പ്രവർത്തികൾ ചെയ്യുക, അതുപോലെ ഗിഫ്റ്റ്സ് കൊടുക്കുക. അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനാണ്. ഇദ്ദേഹത്തിന്റെ പേര് ഈ ഡച്ച് ആൾക്കാർ ലോകത്തിന്റെ പല സ്ഥലത്തേക്ക് കൊണ്ടുപോയി
അത് ഈ സെയിന്റ് നിക്കോളസ് എന്നുള്ളത് മാറി മാറി മാറിയാണ് സാന്റാക്ലോസ് സാന്റക്ലോസ്, Yeah. സെയിന്റ് നിക്കോളാസ്. Yeah. ഓക്കെ. അയ്യോ. എനിക്ക് തോന്നുന്നത് സെയിന്റർ ക്ലാസ് അങ്ങനെ എന്തോ ആണ് ഈ ഡച്ച് നെയിം ഫോർ ഇറ്റ്. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് വരുമ്പോഴത്തേക്കും അത് സാന്റാക്ലോസ് അങ്ങനെയാണ്. എന്തായാലും ആ ഡാൻസ് കളിക്കുന്ന ആൾക്ക് സെയിന്റ് നിക്കോളാസ് എന്ന് വിളിച്ച ആ ഒരു രസമില്ല. സാന്റക്ലോസ് തന്നെയാണ് നല്ലത്. സാന്റാക്ലോസ് അപ്പൊ നമുക്ക് പാട്ടിൽ പറക്കണ്ടേ? Yes. ഏതാണ് പാട്ട്? ക്രിസ്മസ് സീസൺ അല്ലേ, അപ്പൊ ഞാനൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ആണ് പാടാൻ പോകുന്നത്. ഓക്കെ. വാഴ്ത്തിടുന്നിതാ സ്വർഗനായിക. മെലഡി റൗണ്ട് അല്ലേ? ജോൺസൺ ചേട്ടന്റെ പാട്ടാണെന്ന് അറിയാം. മ്യൂസിക് ജോൺസൺ മാസ്റ്റർ, Yes. ലിറിക്സ് ONV കുറുപ്പ് സാർ, പാടിയത് ജാനകി അമ്മ, മൂവി സമാഗമം, ഇയർ 1993. വെരി ഗുഡ്, നൈസ്. ഇന്ന് പ്രത്യേകിച്ച് ജുവൽക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. കാരണം ജുവൽക്കുട്ടിയുടെ അച്ഛൻ വന്നിട്ടുണ്ട്. ആണോ? അല്ലേ? നമസ്കാരം. എന്താ വിളിക്കുന്നത്? ഡാഡിന്നോ, അപ്പാന്നോ, പപ്പാന്നോ, അപ്പച്ചാന്നോ? അപ്പാന്ന് വിളിക്കും, ആ, പിന്നെ ഇടയ്ക്ക് സ്നേഹം പപ്പ എന്ന് വിളിക്കും. അല്ല, പറയാൻ വിടൂ. പപ്പാച്ചിന്ന് ഓ, പപ്പാച്ചി. ഓക്കെ ഓക്കെ ഓക്കെ. പപ്പാഞ്ഞിന്നൊക്കെ പറയുന്ന പോലെ. ഓ, പന്നിയോ, പപ്പാച്ചി. പപ്പാഞ്ഞി. നമ്മുടെ സാന്റാക്ലോസിനെ പറയുന്നത് അങ്ങനെ. ഓക്കെ. പപ്പാച്ചി എന്താ ചെയ്യണേ? ബിസിനസ്മാൻ, വാട്ട് ബിസിനസ്? ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനി, ആണോ? ആഹാ. അതെവിടെയാണ്? സൗദി അറേബ്യ, ദമാം. ദമാമില്. ഓക്കെ ഓക്കെ. സോ വെൽക്കം ടു ടോപ്പ് സിംഗർ. എങ്ങനെയുണ്ട് ജുവൽ? ജുവൽ അടിപൊളിയല്ലേ? നല്ല മാറ്റങ്ങളുണ്ട്. ഇവിടെ അച്ഛക്കുട്ടിയാണോ വന്നതിന് അമ്മക്കുട്ടിയാണോ? ശേഷം- അച്ചക്കുട്ടിയാണ്. കാണാൻ അച്ചക്കുട്ടിയാ. കാണാനും എന്തായാലും അച്ചക്കുട്ടി തന്നെ അതെ. ഞങ്ങളൊരു ടീമാണ്. ആണല്ലേ? അതെന്താണ് ആ ടീമിൽ നിന്ന് അമ്മയെ പുറത്താക്കിയത്? അല്ല, അമ്മ ഞങ്ങളുടെ കൂടെ കൂടാറില്ല. അമ്മയുടെ കൂടെ മോനുണ്ട്. മോൻ അപ്പൊ അമ്മയുടെ കൂടെ പൊക്കോളും. അവരമ്മയും. അപ്പൊ നമ്മൾ ആ ടീമിൻ നമ്മൾ അളിയൻസ് എന്ന് പേരിട്ടേക്ക് ആണോ? ഓ, അത് ശരി. ഏത് ടീമിനാണ് അളിയൻസ്? അമ്മയുടെ ടീം. സ്വന്തം അമ്മയും ചേട്ടനും അപ്പൊ ഈ ടീമിൽ എന്താ നമ്മുടെ ടീമിന് അങ്ങനെ പ്രത്യേകിച്ച് പേര് അവരെന്താ വിളിക്കണേ? അവര് വിളിക്കാറില്ല. അവരൊന്നും വിളിക്കാറില്ല. നമ്മൾ സ്റ്റാർസ്, കുളനടക്കാർ, അങ്ങനെയൊക്കെ കുറെ, കോട്ടയംകാർ, സോറി. കുളനടാന്ന് എങ്ങനെ വന്നു ഇപ്പൊ അതിന്റെ ഇടയില്? ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം കുളനടയാണ്. കുളനട ഓ. അതാണ്. കൊള്ളാം. അപ്പൊ ഗംഭീരം. അച്ഛനെ കാണാൻ പറ്റി Yes. ആദ്യം. അതെ അതെ അതെ. ആ, അപ്പോ പാട്ടിലേക്ക് പോരട്ടെ. ഓൾ ദി Okay. ബെസ്റ്റ്. അപ്പൊ ഇനി ഒരു ദിവസം Thank you. ചേട്ടനെയും കൂട്ടി വരണം പാട്ട് കേൾക്കാൻ. ഓക്കെ ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സ്വർഗനായക
വെരി നൈസ്. ഏറ്റവും സ്നേഹലോലമായ ഒരു പാട്ടാണ് എൻ്റെ കുഞ്ഞെ. ഒത്തിരി ഭക്തിയുള്ള ഒരു പാട്ടാണ് അല്ലേ? സർവ്വദായകനെ കുറിച്ച് ഇങ്ങനെ ഓർത്ത് പാടുന്ന പോലെ ഉണ്ടായിരുന്നു. അങ്കിൾ ഒത്തിരി ഇഷ്ടം. ഒരു ഭക്തിഗാനം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഒരിക്കലും അത് പാടി ഫലിപ്പിക്കാൻ പറ്റില്ല. അത് ഡിവോഷൻ, അങ്ങോട്ടും സംഗീതത്തിലോട്ടുള്ള ഡിവോഷൻ, രണ്ട് ഡിവോഷൻ ഒന്നിച്ചു വരുമ്പോൾ മാത്രമാണ് ഭക്തിഗാനം അതിൻ്റെ എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തുള്ളൂ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ ബൈ ജോൺ സേട്ടൻ ആൻഡ് ഓഫ് കോഴ്സ് ONV കുറുപ്പ് സാർ. അദ്ദേഹത്തെ ഓർക്കുന്നു. ഇത്രയും മനോഹരമായ പാട്ട് എടുത്തുകൊണ്ട് വന്നതിനാണ് ആദ്യം ഒരു ഗംഭീര കയ്യടി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഗീതത്തിനോടുള്ള ഡിവോഷനും അതുപോലെ നാഥനോടുള്ള ഡിവോഷനും രണ്ടും കൂടെ ഒന്നിച്ച് ചേർന്ന് അത് രണ്ടും രണ്ടല്ലെന്നും അത് ഒന്നാണെന്നും തിരിച്ചറിയുന്ന രീതിയിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പാടിയതിനും ഒരു ഗംഭീര കയ്യടി കൊടുക്കണം. മിടുക്കിയാണ് കേട്ടോ. ആൻഡ് യു ആർ വെരി ഇന്റലിജന്റ്. അതാണ് ഇന്റലിജന്റ്, ബ്രില്യന്റ്. ആ ബ്രില്യൻസ് ഒക്കെ പാട്ടിലുണ്ട്. എവിടെ എങ്ങനെ നീട്ടണം, എവിടെ എങ്ങനെ കുറുക്കണം, ആ സംഗതികൾ പാടുമ്പോഴുള്ള മോഡുലേഷൻ. ഇപ്പൊ അനുപല്ലിയിലാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത കേട്ടോ. ആ പല്ലവിയിൽ ഇങ്ങനെ ആ പാരപ്പറ്റിലൊക്കെ ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു റൺവേയിലേക്ക് പോകുന്നു, ആ റൺവേയിലേക്ക് ഇപ്പൊ എത്തും എന്ന് ചോദിക്കുമ്പോ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞ പോലെ വരുന്നുണ്ട്. പക്ഷെ എവിടെയോ അങ്ങനെ എത്തുന്നില്ല എന്ന് തോന്നി. പക്ഷെ ആൻഡ് പല്ലവിയില് ഇറ്റ് ടുക്ക് ഓഫ്. ചരണമായപ്പോഴത്തേക്ക് അത് 15,000, 20,000, 30,000 ഫീറ്റിലേക്ക് അത് പോകുന്നുണ്ട് മ്യൂസിക്കലി. ദാറ്റ് ഇസ് വെരി 900 കേട്ടോ മൈൽസ് പെർ അവർ. സ്നേഹലോലമായ മാറിൽ ചാഞ്ഞുറങ്ങും പൈതലെ എന്ന് പാടിയതുണ്ടല്ലോ, വണ്ടർഫുൾ ആയിരുന്നു. പൈതലെ ആ താ അത് ഇമ്പോർട്ടന്റ് ആണ്. ചില വാക്കുകളുടെ പ്രൊണൗൺസിയേഷൻ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊന്നുകൂടെ ശ്രദ്ധിക്കാവുന്നതാണ്. ചെറിയ ചെറിയ ടർബുലൻസ്. ഇപ്പോഴും ഫ്ലൈറ്റിൽ ഇറങ്ങിയിട്ടില്ല. ചെറിയ ടർബുലൻസ്. പൈലറ്റ് നിസ്സാര കാര്യമല്ലല്ലോ. അതെ. ഇവാക്വേറ്റ്. അത്തരത്തിലുള്ള ഇവാക്വേഷൻ ഇല്ല, ഉള്ളിലോട്ട് എല്ലാം ഇറങ്ങുകയാണ് ചെയ്തത് കേട്ടോ. ദാറ്റ് ഇസ് വണ്ടർഫുൾ. ഇതൊന്നുകൂടെ പാടി കേൾപ്പിക്കാമോ? സ്നേഹലോലമായ മാറിൽ. ചാഞ്ഞുറങ്ങും പൈതലേ അമ്മമാർ താരാട്ടുപാടും അങ്കണം നിന്നാലയം എന്നേ സ്വർഗം. വെരി ഗുഡ്. നൈസ്. പൈതലെ ആ താ അവിടെ വേണം. പിന്നെ കുറച്ചും കൂടെ ഈ കോഡ് കേട്ട് പാടാനായിട്ടുള്ള ഒരു ശ്രമം, ചെവി വേണം. ശ്രവണം. ഇപ്പോ വാഴ്ത്തിടുന്നീതാ സ്വർഗനായക കണ്ടോ? ആ ഒരു സസ്റ്റൈനില് രണ്ട് കോഡ് മാറിപ്പോകുന്നു ഇല്ലേ? ആ രണ്ട് കോഡ് മാറിപ്പോകുമ്പോഴത്തേക്ക് ഈ സസ്റ്റൈൻ അതിലോട്ട് ഇങ്ങനെ ഡിസോൾവ് ചെയ്യണം. അതൊന്ന് കേട്ട് പാടിക്കേ. ആ സ്വർഗനായകയിലുള്ള രണ്ട് കോഡിലൂടെ ആ നോട്ടൊന്ന് നീട്ടിയേ. അത് ഫീൽ ചെയ്യ. ആ കോഡ് ഫീൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ നോട്ട് നാച്ചുറലി നമുക്ക് കിട്ടും. നമുക്ക് എവിടെയും പോവാൻ പറ്റില്ല, അത് വിട്ടു പോകാൻ പറ്റൂല. അപ്പൊ അതിനൊരു കോഡ് ഇയർ ട്രെയിനിങ് വേണം. നമ്മളിപ്പോ പാടുന്ന പോലെയല്ല, നമുക്ക് പുതിയ ഒരു കാഴ്ച തരും, ഒരു മൂന്നാം കണ്ണ് തുറക്കുന്ന പോലെയാ. ഭയങ്കര കാമായിട്ട് നിന്ന് പാടുന്നു. സാധാരണ ആ ഒരു മറ്റേ സൈക്കോ എന്ന് പറയണില്ലേ, ആ ഒരു സാധനം കാണാനേ ഇല്ല ഇന്ന്. അതെന്ത് പറ്റി? ഇന്ന് ഭയങ്കര സമാധാനം. സ്പിരിച്വാലിറ്റി അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ടാണോ ആ പാട്ട് ഇങ്ങനത്തെ ആയതുകൊണ്ടാണോ? മൊത്തത്തിലൊരു അതെ ജ്വൽക്കുട്ടി നൈസ് സെലക്ഷൻ. പിന്നെ അച്ഛൻ കൊണ്ട് കൂടുതൽ നല്ല കുട്ടിയാണ് ജ്വൽക്കുട്ടി അല്ലേ? ഞാൻ അല്ലേലും നല്ല കുട്ടിയാണ്. നല്ലതാ. ബ്യൂട്ടിഫുൾ സെലക്ഷൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ പാട്ടിന്റെ ഉള്ളിലുള്ള എന്താ പറയണ്ടേ, ജ്വൽക്കുട്ടിയുടെ ആ ഇൻവോൾവ്മെന്റ് ആണ്. ആ പാട്ടിന്റെ ഓരോ വരിയും അറിഞ്ഞ് അതിങ്ങനെ ഉള്ളിലേക്ക് എടുത്ത് ആ പാടിയത് ഭയങ്കര രസമുണ്ടായിരുന്നു.
ഒരു മാലാഖ കുട്ടി ഇങ്ങനെ നിന്നിങ്ങനെ പാടുക. അത് ഭയങ്കര സുഖമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്, കേൾക്കാൻ വേണ്ടിയിട്ട്. ജിയോൽ കുട്ടി, എന്തോ സർ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പാടിയത്. Thank you, നല്ല ഭക്തി ഉണ്ടായിരുന്നു, നല്ല ഭാവം ഉണ്ടായിരുന്നു. പല്ലവി കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ പുറപ്പെട്ട റൺവേയിലേക്ക് പോകുന്ന വഴി കുറച്ച് ട്രാഫിക്, പിന്നെ ആ റൺവേ എത്തിക്കഴിഞ്ഞിട്ട് പോക്കണ്ടല്ലോ, സ്മൂത്ത് ടേക്ക് ഓഫ് ആയിരുന്നു. നല്ലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. നല്ല അനുപല്ലവി മുതൽ അങ്ങോട്ട് അടിച്ചു പൊളിച്ചു. ആ അൾത്താരയുടെ താഴെ നിന്ന് ആ പാടുന്ന പോലെ ആ, ഒരു feel. സുഖമുണ്ടായിരുന്നു. Yes, exactly. ജുവൽ കുട്ടിയെ കാണാനും എല്ലാം ഞാൻ അങ്ങനെ വിചാരിച്ചു. ജുവൽ കുട്ടി പള്ളിയുടെ മുമ്പിൽ ഇത് ഇങ്ങനെ പറഞ്ഞു. അയ്യോ, ഞാൻ ഈ പാട്ട് കേട്ടോണ്ടപ്പോ എന്റെ കൂടെ അസ്ന ഉണ്ടായിരുന്നു. അസ്ന എടുത്തിട്ട് ഈ പള്ളിയിൽ പോയ പോലെ തോന്നില്ലേ? മുട്ടിപ്പായി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന പോലെ പള്ളിയുടെ ആൾക്കാരുടെ താഴെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കണ ആ ജുവൽ കുട്ടിയെ ഞാൻ കണ്ടത്. ഈ ക്രിസ്മസ് അപ്പൂപ്പനെയോ ആരെയും ഞാൻ കണ്ടില്ല. ഞാൻ അങ്ങനെ എന്റെ മനസ്സിൽ കണ്ടത്. ഞാനും മധുക്കളുടെ കൂടെ ഞാൻ ഇടയ്ക്ക് ദൈവത്തിനെ മനസ്സിലൊക്കെ കണ്ടു. കണ്ടില്ല, അതെനിക്ക് തോന്നി. ഇൻവോൾവ്മെന്റ് വളരെയധികം സന്തോഷമായി ഈ പാട്ട് ഇങ്ങനെ പാടിയതിൽ. ഓൾ ദി ബെസ്റ്റ്. ഇല്ല മധു, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. ഈ മാർക്ക് ഐ ഡോണ്ട് തിങ്ക് അത് പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിക്കും ആയിരിക്കും അങ്ങനെയാണ് തോന്നിയത്. അല്ലല്ല, ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്കത് ഞാൻ പറഞ്ഞ എന്റെ അഭിപ്രായത്തല്ല. അല്ല, എന്ത് ഇത്ര ആശയക്കുഴപ്പമുണ്ടാവാനുള്ള കാരണം എന്താണ് അതില്? അറിയാലോ, നമുക്ക് കേൾക്കുമ്പോ അറിയാൻ പറ്റും. ഓക്കെ, ഒരു കാര്യം ചെയ്യും, മധു തന്നെ മാർക്ക് കൊടുത്തു. ഓക്കെ, എനിക്ക് അങ്ങനെ പോവല്ലേ? അങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവും? കുട്ടഞ്ചേട്ടാ, അല്ല ഇത്രയും പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ ഇതില്. ഒരു സ്കോർ, ഒരു പാട്ട് എന്നുള്ള രീതി. ഇപ്പൊ നമ്മളിപ്പോ ഒരു റോബോട്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ സ്കോർ ചെയ്യാം, ഒരു പാട്ട് മാത്രം നോക്കിയിട്ട് ഒരു മാർക്ക് കൊടുക്കുക. ഇതിപ്പോ ഒരു ജേണി അല്ലേ ഒരാളുടെ. ഇതുവരെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇത്രയും നാളുകളും ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് നമ്മളെല്ലാരും ചേർന്നാണ്. ഇതെന്താ ഇങ്ങനെയൊക്കെ? എനിക്ക് ഞാൻ ഈ ഇതിൽ ജഡ്ജ് ചെയ്യാൻ തുടങ്ങി പിന്നെ ആ ചരിത്രത്തിൽ ഞാൻ വന്നേ പിന്നെ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവണത്. നമുക്കൊന്ന് കണ്ടാലോ? പോയി നോക്കിട്ട് വരണോ? ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. ടെൻഷൻ ഒന്നും വേണ്ട, നമ്മളെ മാനേജ് ചെയ്തോളാം കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ പേടിക്കുന്ന ആവശ്യമില്ല, നമ്മളൊന്നല്ലേ, നമ്മള് മൂന്നല്ല, നമ്മളൊന്നാണ്. അതെ, പറ്റിക്കുന്നതാണോ? അല്ലേ, ഇനി പറ്റിക്കുന്നതാണോ? അല്ലേ, ആണോ? അല്ലേ, അതിനിടയ്ക്ക് ഇവിടുന്ന് പിണങ്ങിപ്പോയാളെ അവിടെ നിന്ന് നടന്നു പോണ കേട്ടോ. ഞാൻ മുഖത്തേക്ക് ചിരി ഇങ്ങനെ പൊട്ടുക. അത് മാത്രല്ല, ഏറ്റവും വലിയ കാര്യം എന്താ പറയുക, നിങ്ങൾ മാർക്ക് ഞാനും ജോലി ഇവിടെ നിന്ന് സീക്രട്ട് പറയാ. ഇവളുടെ ബർത്ത്ഡേ ആണ്, അപ്പൊ എന്റെ അടുത്ത് ആരുടെ പറയരുത് എന്റെ ബർത്ത്ഡേ ആണ്. അതിനിപ്പോ നമുക്ക് പറയാം. വേണ്ട വേണ്ട വേണ്ട, ഞാൻ സീക്രട്ട് പറഞ്ഞല്ലേ, ആരുടെ അടുത്തും പറയരുത്. നമുക്ക് ഹാപ്പി ബർത്ത്ഡേ പാടണ്ടേ? യെസ്, പാടണം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ജുവൽ കുട്ടി, ഹാപ്പി ബർത്ത്ഡേ ടു യു. May the good God bless you. May the good God bless you. May the good God bless you, dear. Happy birthday to you. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ അഭിനയം? എന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, അല്ല, രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഫസ്റ്റ് ഐ തോട്ട് ഇറ്റ് വാസ് ലൈക്ക് എ പ്രാങ്ക് ആൻഡ് യു ആർ ഗോയിങ് ടു വാക്ക് ഹിയർ
instead of going there. Okay. എന്നിട്ട് But then you went there outside. ഔട്ട്സൈഡ് അപ്പൊ മനസ്സിലായി എന്തോ സീരിയസ് അപ്പൊ ആണ്. കിളി പോയി. I got scared. യു ഗോട്ട് സ്കേർഡ്. Yes. നമ്മുടെ ജുവൽ പാവം. എന്റെ അഭിനയം നല്ലതായിരുന്നു. ഞങ്ങളുടെ അഭിനയം കൊള്ളായിരുന്നു guys. ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി അവിടെ വരെ പോണ നല്ലായിരുന്നു. പിന്നെ ഞാനേ കണ്ടുള്ളൂ ആ മുഖം. ഇവിടെ അങ്ങനെയല്ല, നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവനാണ് തീർച്ചയായിട്ടും. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മൂന്നുപേരും ഒന്നാണ്. നമ്മൾ വാക്കിടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരേ സ്നേഹത്തിൽ നമ്മൾ കാണുന്നു, ഒരേ മാർക്കിലേക്ക്. നമ്മൾ മൂന്നുപേരും മിക്കവാറും പറയുന്നത് ഒരേ മാർക്കാണ്. അതെ അതെ. അത് നമ്മളിങ്ങനെ അനൗൺസ് ചെയ്യുന്നു, പലരും അനൗൺസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ടോപ്പ് സിംഗറിൻ്റെ ഈ ബ്യൂട്ടി, ആ ഹാർമണി. അതാണ് ടോപ്പ് സിംഗറിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിലുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാത്തെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ദിവസമല്ലേ, മധു ഒരു 92.5 കൊടുത്തോ. ഇന്ന് നമ്മുടെ ജുവൽ കുട്ടിക്ക് ബർത്ത്ഡേ ആയിട്ട് കിട്ടിയിരിക്കുന്ന മാർക്ക് 92.5 അല്ല, 98.5 out of 100. അപ്പൊ ജുവൽക്കുട്ടി ഇന്ന് ഒത്തിരി സ്പെഷ്യൽ ആയിരുന്നു അല്ലേ? Yes. നമ്മുടെ പെർഫോമർ ഓഫ് ദി ഡേ ഡബിൾ സ്പെഷ്യൽ. കാരണം അച്ഛൻ ഇവിടെ തന്നെ മതി കേട്ടോ. അച്ഛൻ അതെ വരുമ്പോഴത്തേക്കും ചേട്ടാ, നല്ല പോണ്ട. മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ പോലെ Performance. അച്ഛൻ ഇവിടെ ഇരുന്ന കാര്യം ശരിയാവൂല. അച്ഛന് പോയിട്ട് സീരിയസ് വർക്കുള്ളതാണ്. അച്ഛൻ ഇരിക്കേണ്ട സ്ഥലത്താണ് ഇരിക്കേണ്ടത്. അല്ലേ? അതല്ലേ വിഷയം. തീർച്ചയായിട്ടും. യാ, യാ. എന്നാ വന്നത് അവിടുന്ന്? ഞാൻ 10 ദിവസമായി വന്നിട്ട്. 10 ദിവസമായി. ആ. എന്താ സ്പെഷ്യൽ കൊണ്ടുവന്നേ? സ്പെഷ്യല് കൊണ്ടുവന്നത് ഏ? മുട്ടായി കൊണ്ടുവന്നു. മിഠായി മാത്രോ ജുവൽ കുട്ടിക്കോ? അല്ല, എനിക്ക് ഞാൻ ഇതുവരെ സ്പെഷ്യല് പറഞ്ഞിട്ടില്ല. ബട്ട് ലൈക്ക് ഫോർ ഗിഫ്റ്റ് ഐ എം ഗോയിങ് ടു ആസ്ക് ഹിം ഫോർ ഈ ഹാരി പോട്ടറിലെ ലൈബ്രറിയിലെ ആ 3 ബുക്സ് ഉണ്ട് സെറ്റ് ആയിട്ട്. ഓക്കെ. That is Fantastical Beasts and Where to Find Them and Quidditch Through the Ages. Quidditch അല്ല, is അതൊക്കെ like എനിക്ക് a മനസ്സിലായി. പക്ഷെ നമുക്കെന്ത് ബർത്ത്ഡേ ദിവസമായിട്ട് നമുക്കെന്ത് കൊണ്ടുവന്നു അങ്ങനെ. ഉത്തരം ഉത്തരം Okay. ഉത്തരം മിഠായി. 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 ആ. അതായത് സ്നേഹം. എന്ത് സ്നേഹം. മിഠായി എന്ത് സ്നേഹം. എവിടെ മിഠായി എവിടെ? ഓക്കെ ജുവൽ കുട്ടി, എനിക്ക് മാത്രമല്ലേ. താങ്ക് യു സോ മച്ച്. എന്തോ Bye-bye. എങ്ങനെ? കൂടെ മീനൂട്ടി വിടല്ലേ? ദേ See you. പോയി. ഏ, പോരുത്, വലിയ വെയിറ്റ് കൊടുക്കണോ? വാ, വാ, വാ. താങ്ക് യു താങ്ക് യു അപ്പൊ താങ്ക് യു. ഞങ്ങള് പറഞ്ഞു മധു അതെന്താ അത് ഞങ്ങൾക്കോ? എന്തോ ആ എടുത്തോളാം 4 പേർ. എല്ലാരും ആ അങ്ങനെ മധു എന്തോ? വിലി വൈറ്റ് അത് കൊടുത്തോളൂ. എനിക്ക് മുട്ടായി. ആ ചേട്ടാ പോയി കൊടുക്കൂ പോ. ജുവൽക്കുട്ടിക്ക് വില്ലി വൈറ്റ് Yes, നൽകുന്ന ഒരു you are the gift hamper. performer of the day. Happy birthday, God bless you. Happy birthday, baby. ഇനിയും ഒരുപാട് നല്ല പാട്ടുകളുമായിട്ട് വീണ്ടും വരൂ ജുവൽ കുട്ടി. അതെ. ഓക്കെ. Sure, sure. ഓക്കെ, ബൈ ജുവൽക്കുട്ടി. അടുത്ത ദിവസം കാണാം. ഹാപ്പി ബർത്ത്ഡേ. അച്ഛനമ്മയ്ക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് 2 ഉമ്മ കൊടുത്തിട്ട് പോകും. അതെ. യെസ്. ഇന്നത്തെ നമ്മുടെ പാട്ടുകളും പെർഫോമൻസുകളും ഒക്കെ എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയോട് കൂടി തന്നെ നമ്മൾ അടുത്ത ദിവസം വീണ്ടും കാണുമ്പോഴേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.